ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ജൂൺ 15 എനിക്ക് 18 വയസ്സാവുകയാണ്. 18 വയസ്സെന്ന് പറയുന്ന ഒരു നിർണായകമായ വയസ്സായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ബർത്ത്ഡേ ഒരു വ്ളോഗ്. അങ്ങനെ രാവിലെ എന്നെ അൽഷാന വന്ന് വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എന്നെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ പോയി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് കുളിക്കുകയും പല്ല് തേക്കുകയൊക്കെ ചെയ്ത് ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ആക്കുന്നില്ല. ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് കൺസീലറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് ഓക്കെ. പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഒരു ചെറിയ റോസ് ടിൻ്റാണ് എടുക്കുന്നത്. അതെടുത്ത് നമ്മൾ ചെറുതായിട്ട് ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റൈലിൽ തന്നെ ഐലൈനർ വരച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി ഇതല്ല എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഞാൻ കേക്ക് മുറിക്കുമ്പോൾ ഇടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കാം. പിന്നെ ഐലൈനർ ജസ്റ്റ് നമ്മൾ കണ്ട് പുറത്തോടെ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് ചെറിയൊരു വിങ്ങുമാണ് വരയ്ക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ ഐലൈനർ വരയ്ക്കും, തെറ്റിപ്പോകും, ഐലൈനർ വരയ്ക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഗൈസ് ഞാൻ ഈ വരച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എടുത്തപ്പോൾ അത് പൊട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാണ്. നല്ല കൊള്ളാം. പിന്നെ ഞാൻ ഇത് പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച ഒരു ഇയറിങ്സ് ആണ്. ഇനി ഡ്രസ്സിൻ്റെ കൂടെയും പിന്നെ ഞാൻ ഇനി ഇടാൻ പോകുന്ന ഡ്രസ്സിൻ്റെ കൂടെയും നല്ല മാച്ചിങ്. പിന്നെ ഞാൻ നല്ലൊരു വൈറ്റ് ഷോൾ കണ്ടുപിടിച്ച് അത് നമ്മൾ തട്ടമാക്കി ഇട്ട് കൊടുത്ത് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗെറ്റ് റെഡി. പിന്നെ എനിക്ക് അവർ ഗിഫ്റ്റ് ചെയ്ത കേക്കാണ്, ഞാൻ എൻ്റെ ബ്ലൂ ഡ്രസ്സ് ഇട്ട് ബ്ലൂ കേക്കാണ് ഞാൻ മുറിക്കുന്നത്. പിന്നെ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഓരോരുത്തരെയും പിക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ചയാണ് ഗൈസ് ഇത്. ഭയങ്കര മഴയായിരുന്നു, മഴയും ചെളിയും എല്ലാം കൂടെ ആയിട്ട്. എന്നിട്ട് നിനക്ക് തലയിൽ തുണി പോലും ഇല്ല, ലജ്ജിക്കൂ നരകത്തിലെ വിറക് കൊള്ളിയേ. പിന്നെ എൻ്റെ ടേബിളിൽ ഒരു നോട്ട് പാഡ് ഇരിക്കുന്ന കണ്ടപ്പോൾ സാനിഹയുടെ ഉള്ളിൽ ഡോക്ടർ ഉണർന്നിട്ട് എനിക്ക് വേണ്ടി അവൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുകയാണ് ഗൈസ്. എനിക്ക് സാനിഹയും എൻ്റെ പ്രിയപ്പെട്ട സാനിഹയും പ്രിയപ്പെട്ട അൽഷാനയും തന്ന ഒരു ഗിഫ്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. എൻ്റെ ബാഗ് കളക്ഷൻ കണ്ട്, എൻ്റെ ബാഗിനോടുള്ള ക്രേസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വാങ്ങിത്തന്നതാണ് ഗൈസ്. ഐ എം സോ ഹാപ്പി. ഇതിനകത്ത് നിങ്ങൾ വല്ലതും വെച്ചായിരുന്നു? പൈസ ഉണ്ടല്ലേ? ഞാൻ കാണിക്കൂല ഗൈസ്, കാരണം നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട് 5,000. Oh my god, very expensive guys. Thank you so much. Guys, ഇത് നമ്മുടെ ഇപ്പോൾ ഫേമസ് ആയിട്ടിരിക്കുന്ന ലബൂബു ആണ്. ഇത് നമ്മുടെ ലബുഡു ആണ് സത്യത്തിൽ, നമ്മുടെ ലബുഡു. കാരണം ഇത് ലബൂബുയുടെ അനിയനായിട്ട് വരും. ആൻഡ് ഇത് എനിക്ക് അൽഷാന വളരെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വളരെ സ്നേഹത്തോടെ തന്നതാണ്. എൻ്റെ ലവ് സോ മച്ച്. അല്ലേ പിന്നെ ഭയങ്കര അങ്ങനെ
പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എൻ്റെ വീട്ടിലെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു ചിക്കൻ ബിരിയാണി. ഉമ്മ നമുക്കൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി വെച്ച് തന്നു ഗൈസ്. ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ചിറ്റ്ചാറ്റൊക്കെ ചെയ്ത് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ബർത്ത്ഡേ ആണ്, എൻ്റെ 18th ബർത്ത്ഡേ ആണ്. അങ്ങനെ എൻ്റെ 5 ഫ്രണ്ട്സ് വന്നു. ഞാൻ 10 പേരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി സെലിബ്രേറ്റിംഗ് വിത്ത് എവരിവൺ. നമ്മൾ ബിരിയാണി കഴിക്കാം. എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കും. നിങ്ങളൊക്കെ ഡിപ്രഷൻ അടിച്ചവരാണോ ഇരിക്കും? പറ, ഹോണസ്റ്റ് ആയിട്ട് പറ. നല്ല കുട്ടിയാണെന്ന് തോന്നി അല്ലേ? അധികം സംസാരിക്കുന്നു ഇപ്പൊ കാണുമ്പോഴോ നിനക്കാ എന്ത് നിനക്കില്ലേ? ഞാൻ ഫസ്റ്റ് നിന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയ വെച്ചാൽ നീ ആ ബെഞ്ചിൽ ലാസ്റ്റ് പോയിട്ടിരിക്കും. എന്നിട്ട് നീ ഇങ്ങനെ ജനലിൽ നോക്കിയിരിക്കുക, ലൈക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട്. അപ്പോഴാണ് ഞാൻ നിന്നെ ആക്ച്വലി ശ്രദ്ധിക്കുന്നത്. പക്ഷെ പിന്നെ അപ്പോഴ് ലൈക്ക് ഭയങ്കര തിങ്ക് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എപ്പോഴും നിന്നെ പറ്റി പറയും. എന്നിട്ട് ലാസ്റ്റ് മനസ്സിലായി ഫസ്റ്റ് പേടിയായിരുന്നു. ഞാൻ കഴിക്കാം. ഇപ്പോഴാ പേടിയുണ്ടോ നിനക്കാടി? ഫസ്റ്റ് വേഴ്സസ് ഇപ്പോഴും. ഫസ്റ്റ് കമ്പനിയായ നിന്റെ അടുത്ത്, ലാസ്റ്റ് കമ്പനിയായ നിന്റെ അടുത്ത്. ലാസ്റ്റ് ഇപ്പൊ കൂടെ ഉള്ളത് നീ ഇടിയിട്ടു. നിനക്കാ ചൈൽഡ്ഹുഡ് വേഴ്സസ് നൗ? എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്, അത്ര എനിക്കറിയാം. നിന്നെ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് കണ്ടത് ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് നമ്മളിങ്ങനെ അടുത്തൊക്കെ വന്നിരുന്ന് സംസാരിച്ച് പരിചയപ്പെട്ട. ഇപ്പോഴാ ലൈക്ക് അപ്പോഴത്തെ ഞാനാണ് ഇപ്പോഴത്തെ ഞാനാണ് ഇങ്ങനെ കാണാൻ ഒരുപോലെ, പക്ഷെ ഹൈറ്റ് വാപ്പ എവിടുന്നോ പൊടി തട്ടി ഒരു വെയിങ് മെഷീൻ കൊണ്ടുവന്ന് എല്ലാവരുടെയും വെയിറ്റ് നോക്കലായിരുന്നു അടുത്ത ചടങ്ങ്. പിന്നെ അടുത്തത് കേക്ക് മുറിക്കലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ കേക്ക് ഒക്കെ എടുത്തത്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇന്ന് മണം കഴിക്കാൻ നോക്കിയപ്പോ ഞായറാഴ്ച ആയതൊന്നുമില്ല. മോഡനെ മുത്തെത്തായില്ലേ? മുട്ടായി എന്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് എല്ലാവർക്കും
വലിച്ചെടുക്കല്ലേ, നൂത്തിടും, സ്ട്രൈറ്റ് ആയിട്ടിടും. ഒന്നുകൂടെ കൂടെ കിട്ടിയില്ല. ഓപ്പാ അങ്ങനെ ബ്ലാക്ക് ആണെങ്കിലും നമ്മളെ ലൈനായിട്ടുള്ള നല്ല സൂപ്പർ നമ്മുടെ ചോക്കി അത് കുഞ്ഞമ്മ. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കുറേ ഫോട്ടോസ് എടുത്തു. എനിക്കെൻ്റെ 2 ഫ്രണ്ട്സിനെ ബസ് കയറ്റി വിടാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എന്നെ കാണാൻ വന്നു. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സാൻഡ്ര എന്നെ സർപ്രൈസ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു. എനിക്കൊരു ബൊക്കെയൊക്കെ ചെയ്തു തന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓഡിയോ ഇല്ലാണ്ട് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് അവൾ. ഹായ് ഗൈസ്. ഇതാണ് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബൊക്കയുടെ ഒരു ക്ലോസപ്പാണ്. ഞങ്ങൾ പല ടൈം പുറത്തു പോയ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്ത് അതാണ് എനിക്ക് അവൾ ബൊക്കയായിട്ട് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ബൊക്കെ മാത്രമല്ല, ഹാപ്പി 18 എന്ന് പറഞ്ഞ കവറിനകത്ത് അവൾ കുറച്ച് ക്ലിപ്സ്, പിന്നെ എനിക്ക് ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നിരുന്നു. മേക്കപ്പ് ബ്രഷ്, പിന്നെ ഐ ലാഷ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, എന്നാലും വരും വീഡിയോകളിൽ ഇതെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് തന്നെ പ്രിൻ്റ് ചെയ്ത് അതും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബർത്ത്ഡേയിൽ തന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നടന്നിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ്. ഇതാണ് എനിക്ക് സനിഹയും അൽഷാനയും ഗിഫ്റ്റ് ചെയ്ത ബാഗ്. എനിക്ക് ബാഗിനോടൊക്കെ ഒരു ക്രേസ് ഉള്ളതുകൊണ്ടും എനിക്ക് എൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവരെനിക്കിത് തന്നത്. പിന്നെ ഇത് അൽഷാന ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് നമ്മുടെ ലബ്ഡുവാണ്. പിന്നെ എനിക്കിതെൻ്റെ മോളിയമ്മ ഗിഫ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സാണ്. എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തതൊരു ബ്ലാക്ക് കുർത്തിയാണ്. ഇതെനിക്ക് ഹംദാണ് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ അടുത്തത് ഒരു ഓറഞ്ച് കുർത്തിയാണ്. ഇതെനിക്ക് ഹസ്നാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് കിട്ടി. സോ ക്യൂട്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല നമ്മളെ ലബുഡുവാണ്, നമ്മളെ ലബുഡു. ഓക്കെ. പിന്നെ എനിക്ക് കുറച്ച് പോളറാക്സ് കിട്ടി. This is so cute guys. This is so cute. പിന്നെ ഞാനിത് കുറേ നാളായിട്ട് വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന സാധനമാണ് മേക്കപ്പ് ബ്രഷ്. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. കാരണം ഇതിന് കിട്ടാനുള്ള കാരണം ഞാനൊരു മേക്കപ്പ് ക്രിയേറ്റർ ആണ് എന്ന് എൻ്റെ ഫ്രണ്ട്സ് വിചാരിച്ചുകൊണ്ടാണ് ഗൈസ്. എൻ്റെ മോതിരം കണ്ട ഇതെനിക്ക് വാപ്പ തന്നത്, ഇതെനിക്ക് ഉമ്മ തന്നത്. പിന്നെ എനിക്ക് എൻ്റെ 2 അനിയത്തിമാർ 2 ഡ്രസ്സസ് തന്നു. ആൻഡ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ബൈ. ഇപ്പം സമയം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പം ഇന്ന് എൻ്റെ 18th ബർത്ത്ഡേ ആയിരുന്നു. ആൻഡ് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ബർത്ത്ഡേ ആണ്. ആൻഡ് എനിക്കത് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എനിക്കത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ആക്കി തന്നു. എസ്പെഷ്യലി എൻ്റെ ഉമ്മ. അതിലേറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയട്ടെ, എൻ്റെ ഡേ മേക്ക് ചെയ്തത് അൽഷാനാണ്. ബിക്കോസ് രാവിലെ തന്നെ ഞാൻ ഉണരുന്നത് അൽഷാൻ എന്നെ വിളിച്ചിട്ടാണ്. അങ്ങനെ അവരൊക്കെ കേക്ക് ഷെയർ ചെയ്ത് ഇട്ട് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആൻഡ് ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ സോ സ്പെഷ്യൽ. ബർത്ത്ഡേയിൽ നിങ്ങളൊക്കെ ഒരു പാർട്ടായല്ലോ, അതുകൊണ്ട് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇട്ടവരും എന്നെ വിഷ് ചെയ്തവർ 1 മിനിറ്റ് ആയാൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഒരു ദിവസം എന്നെ സ്പെഷ്യലാക്കാൻ വേണ്ടി
എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇല്ല എന്ന് ഞാൻ വിചാരിച്ച ഒരാൾ, എൻ്റെ ഫ്രണ്ട് സാൻഡ്ര വന്ന് എന്നെ കണ്ടു. ആൻഡ് ഐ വാസ് സോ ലൈക്ക് എന്ത് പറയട്ടെ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ യുനോ അത് വേറൊരു ഫീലായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. ദിസ് ഈ 18th ബർത്ത്ഡേ ഞാൻ ലാസ്റ്റായിട്ട് യൂട്യൂബിലിടുന്നത് എൻ്റെ 15th ബർത്ത്ഡേ ആണ്. ആൻഡ് അതിനെക്കാട്ടിലും ഞാൻ എത്രമാത്രം മുന്നോട്ട് വന്നു, ലൈക്ക് എത്രമാത്രം ഞാൻ ഗ്രോ ചെയ്തു എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഈ ബർത്ത്ഡേ അത്ര മെമ്മറബിൾ ആയതുകൊണ്ട് വന്നവരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് ചിരിച്ചു, നിങ്ങളൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. ഈ ഒരു ബർത്ത്ഡേ എനിക്ക് അത്രത്തോളം സ്പെഷ്യലായി മാറി. ആൻഡ് താങ്ക്സ് ടു എവ്രി വൺ. ബൈ. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേ വ്ളോഗ് വരുന്നത് വരെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ബൈ.